ആലപ്പുഴയിലെ അലക്കി വെളുപ്പിക്കൽ ടീമിൽപ്പെട്ട അൻസാരി സുഹ്രി എന്ന അലക്കുകാരൻ ഇതിലേ. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. വിപ്രാഹ സന്ധു നിർഭയ. അറിവുള്ളവന് സത്യം പറയാൻ ഭയമില്ല. അത് ഏത് ജാതി മതസ്ഥരായാലും അങ്ങനെ തന്നെയാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ എല്ലാവർക്കും തുല്യനീതി വേണം. പറയുന്നത് സംഖ്യയല്ല, AP അഹമ്മദാണ്. ഇതൊന്ന് കേട്ടു നോക്കൂ. ഉന്നയിച്ച പല സന്ദേഹങ്ങളും ഞാനും പങ്കിടുന്നുണ്ട്. നമ്മൾ വല്ലതും പറഞ്ഞാൽ അത് ആർക്കാണ് സഹായകരമായി തീരുക എന്നൊക്കെയുള്ള ചോദ്യം വളരെ ന്യായമാണ്. പക്ഷെ ഈ ചോദ്യം ആർക്കാണ് സഹായകരമല്ലാത്തത്? എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസികളും ഇവിടുത്തെ കണക്കനുസരിച്ച് ഇപ്പൊ തിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് നമ്മുടെ സർക്കാർ ഏജൻസിയാണോ ആണല്ലോ, അവരുടെ കണക്കനുസരിച്ച് 3,60,04,000 ദൈവങ്ങളുണ്ടല്ലോ, അവരുടെ വിശ്വാസികളുണ്ടല്ലോ ഈ രാജ്യത്ത്. സർക്കാരിന്റെ കണക്കാണ്. അവരൊക്കെ വിശ്വസിച്ചു കൊള്ളട്ടെ, അതനുസരിച്ച് ജീവിച്ചു കൊള്ളട്ടെ, ആ വിശ്വാസപ്രകാരം മരിച്ചു കൊള്ളട്ടെ. പക്ഷെ മിണ്ടി പോകരുത്. പറയേണ്ടത് മതമല്ല, പ്രചരിപ്പിക്കേണ്ടത് മതമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ആരൊക്കെ പൂട്ടിപ്പോകും എന്നാലോചിച്ചാൽ മതി. മതപ്രചാരണം എന്ന പേരിൽ, ദൈവത്ത് എന്ന പേരിലാണ് ആഗോള ഫണ്ട് മുഴുവനും കേരളത്തിലേക്ക് ഒഴുകുന്നത്. ആ ഫണ്ട് കൊണ്ടാണ് ഈ ജോസഫ് സാറിന്റെ ഒക്കെ കൈ വെട്ടുന്നത്. ഇതിന് പേര് എന്താണ് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇവരൊക്കെ പറഞ്ഞിരുന്ന പലതും ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? ഇനി ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സംഘപരിവാർ നാട് ഭരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് വിഴുങ്ങിയത്, നമ്മളെ എവിടെ വെച്ചാണ് നമ്മുടെ വേവ് പകുതി വെച്ച് നിർത്തിയത്, അതിനപ്പുറം വേവേണ്ടതില്ല നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? സംഘപരിവാർ ഉണ്ട് എന്നൊരു കാരണം കൊണ്ട് മാത്രം മിണ്ടാതിരിക്കാൻ പാടുണ്ടോ? ഞാനൊക്കെ അങ്ങനെ അനുഭവിച്ച ഒരാളാണ്, അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. 1921 മലബാർ കലാപം അതിവേഗത്തിൽ വഴിവിട്ടു പോയിട്ട് ഹിന്ദു വിരുദ്ധ കലാപമായി മാറി എന്ന് സാമാന്യ ബോധമുള്ള എല്ലാ ചരിത്രകാരന്മാരും എഴുതി വെച്ചതാ. കലാപത്തിന് 25 വയസ്സുള്ളപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഈ തിരുവിതാംകൂറും കൊച്ചിയും മലബാർ യോഗം ചേർന്ന്, കോഴിക്കോട്ട് യോഗം ചേർന്ന് പ്രമേയം പാസാക്കിയതാണ്. EMS നമ്പൂതിരിപ്പാട് അത് ഈ മലബാർ കലാപം ആഹ്വാനവും താക്കീതും എന്ന പേരിൽ പുസ്തകമാക്കിയതാണ്. അന്ന് വളരെ കൃത്യമായിരുന്നു. അത് അതിവേഗത്തിൽ വർഗസമരത്തിന്റെ സ്വഭാവത്തോടെ ആരംഭിച്ച ഒരു കലാപം അതിവേഗത്തിൽ വഴിവിട്ടു പോയിട്ട് വർഗീയ കലാപമായി മാറിയെന്ന് പറഞ്ഞതാ. അത് 46-ലാണ്. അന്ന് പറയാമായിരുന്നു, ഇന്ന് പറഞ്ഞൂടാ. കാരണം ഇന്ന് പറഞ്ഞാൽ അത് ആർക്ക് ഗുണം ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, 73-ലാണല്ലോ മലബാർ കലാപകാരികൾക്ക് സ്വാതന്ത്ര്യ സമരത്തിന് പെൻഷൻ കൊടുക്കുന്നത്. അതെന്നാ? കലാപത്തിന് 50 വയസ്സുള്ളപ്പോഴാണ്. അന്ന് ആരെ ഭരിക്കുന്ന? അച്യുത മേനോൻ ഭരിക്കുന്നു. കോൺഗ്രസ് ലീഗും ഒക്കെ കൂട്ടത്തിലുണ്ട്. CH മുഹമ്മദ് കോയയും K കരുണാകരനും ഒക്കെയുള്ള ഗവൺമെന്റാണല്ലോ കൊടുത്തത്. അന്ന് പ്രതിപക്ഷത്തിരുന്ന CPM പാസാക്കിയ പ്രമേയം ഞങ്ങളൊക്കെ പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ പ്രമേയം എന്താ? പ്രമേയം അന്നത്തെ CPM പ്രതിപക്ഷത്തിരുന്ന് പാസാക്കിയ പ്രമേയം, വരദന്മാർ ഒന്നോർക്കണം, മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയുമ്പോൾ ആ കലാപത്തിന്റെ യഥാർത്ഥ ഇരകളായ ഹിന്ദുക്കളോട് ആര് നീതി കാണിക്കുമെന്ന് ചോദിക്കുന്നത് ഇപ്പൊ സംഘപരിവാറാണ്. അതുകൊണ്ട് മിണ്ടാൻ പാടില്ല. അന്നോ സംഘപരിവാർ ഉണ്ട് എന്നതുകൊണ്ട് രാജ്യത്തൊന്നും മിണ്ടിക്കൂടാ എന്ന അവസ്ഥയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെയാണല്ലോ ഒരു കാലത്ത് ഞാനൊക്കെ കേട്ടത്, ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കേട്ട് വളർന്നത്, യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് ആവശ്യപ്പെട്ട കൂട്ടത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന 2 പേര് വേദിയിലുണ്ട്. ഒന്ന് കാരശ്ശേരി മാഷാണ്, ഒന്ന് അമിൽ ചെന്നമംഗലൂരാണ്. ഇന്ന് അവർ അതേ ആവശ്യം, ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് മനുഷ്യന്റെ വികാസത്തിന് അനിവാര്യമാണ് എന്ന് എന്നും അവർക്കും നമുക്കൊക്കെ ബോധ്യമുള്ള ഒരു കാര്യം. ഇന്ന് അത് പറഞ്ഞാൽ സംഘപരിവാറിന് ഗുണം ചെയ്യും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നവന്റെ പേരെന്താണോ എന്ന് ആലോചിച്ചു നോക്കും. ആർക്ക് ഗുണം ചെയ്യും എന്ന ചോദ്യത്തെക്കാൾ പ്രധാനം ആർക്ക് വേണ്ടിയാണ് നാം സംസാരിക്കേണ്ടത് എന്ന ചോദ്യമല്ല. എന്തെല്ലാം അതുപോലുള്ള ചോദ്യങ്ങളുണ്ട്, എന്തെല്ലാം ചോദ്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സാറ് പറഞ്ഞ, കാരശ്ശേരി മാഷ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ കൗതുകം തോന്നി. തീർച്ചയായിട്ടും നമ്മൾ വിമർശിക്കേണ്ടത് എപ്പോഴാണ്? സ്നേഹത്തോടെയാണ് വിമർശിക്കേണ്ടത്. സ്നേഹത്തോടെ വിമർശിക്കുമ്പോൾ നമ്മുടെ നാട് ഭരിക്കുന്നത് ആരാണോ അത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആണെന്ന് അംഗീകരിക്കണം. തീർച്ചയായിട്ടും നമുക്കിഷ്ടമില്ലാത്തവർക്ക് കൂടി ഭരിക്കാനുള്ള അവകാശത്തിനാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാനും എന്റെ മോനും മോന്റെ മോനും ഒക്കെ ഭരിക്കുന്നതിന് രാജാധിപത്യം എന്നാണല്ലോ പറയുക. അപ്പൊ നമുക്കിഷ്ടമില്ലാത്തവർ ഭരിക്കുമ്പോൾ ജനോപകാരപ്രദമായ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനെ അംഗീകരിച്ചുകൊണ്ട് വേണമല്ലോ, സാറ് പറഞ്ഞ പോലെ സ്നേഹിച്ചുകൊണ്ട് വേണമല്ലോ നമുക്ക് വിമർശിക്കാനുള്ള അവകാശം നേടാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1077 കൊല്ലമായി. സ്ത്രീ സംവരണത്തിന്റെ ബില്ല് വന്നപ്പോഴൊക്കെ നമ്മുടെ നാട് ഭരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബോധപൂർവ്വം മൂത്രമൊഴിക്കാൻ പോയിട്ടില്ല ഇത്രയും കാലം. വനിതാ സംവരണ ബില്ല് 2029-ലെങ്കിലും നടപ്പായി കിട്ടിയാൽ ആരുടേതാണത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രപിതാവ് APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാമിനെ കണ്ടെത്തിയത്, രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനെ കണ്ടെത്തിയത് AB വാജ്പേയി ആണ് എന്നതുകൊണ്ട് എന്തിനാണ് നമ്മളത് പറയാതിരിക്കുന്നത്? അതുകൊണ്ട് എങ്ങനെയാണ് കലാം ചെറുതാകുന്നത്? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണ്ടേ നമുക്ക് ചിലത് ചോദിക്കാൻ? ആലോചിച്ചു, ചേകന്നൂർ കേസ് CBIക്ക് വിട്ടപ്പോ AB വാജ്പേയി ആയിരുന്നിട്ട് കൂടി ആ കേസ് എന്തുകൊണ്ട് തുമ്പുണ്ടായില്ല എന്ന ചോദ്യം അവരോട് ചോദിക്കാനുള്ള അർഹത നേടേണ്ടത് നല്ലതിനെ നല്ലതായി അംഗീകരിച്ചുകൊണ്ടാണ്, മുത്തലാഖ് ബില്ലിനെ കണ്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നല്ലതിനെ നല്ലതായി കാണാൻ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടുകൊണ്ട് വേണം എന്നൊരു നിരീക്ഷണമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ പലതും പക്ഷേ ഇവരെ ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല.
എനിക്ക് തോന്നുന്നു ഇസ്ലാമോഫോബിയ പോലെ തന്നെ സമാന്തരമായി നമ്മളെ ബാധിച്ച ഒരു മാരകമായ ഫോബിയയുടെ പേര് സംഘി ഫോബിയ എന്നാണ്. അങ്ങനെയും എല്ലാ ഫോബിയയും എല്ലാ മാനിയയും മനോരോഗങ്ങളാണ്. അങ്ങനെ വേണ്ടേ കാണാൻ? ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് യൂണിഫോം സിവിൽ കോഡ് വേണ്ടേ? യൂണിഫോം സിവിൽ കോഡ് വേണം, പക്ഷെ ഇപ്പൊ വേണ്ട. പണ്ട് വേണമായിരുന്നു, നാളെയും വേണം, ഇപ്പൊ വേണ്ട. എന്താ കാരണം? അങ്ങനെ വന്നാൽ BJP കൊണ്ടുവരാൻ പോകുന്ന യൂണിഫോം സിവിൽ ഡ്രാഫ്റ്റ് വരട്ടെ, വന്നിട്ട് വിമർശിക്കാനുള്ള എല്ലാ വഴികളും മാർഗങ്ങളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അങ്ങനെ വേണ്ടേ? അപ്പോഴും ആലോചിച്ച് നോക്കൂ എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പോ മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തെ സംഘപരിവാർ അപലപിക്കുന്നുണ്ടെങ്കിൽ അവരെങ്കിലും അപലപിക്കട്ടെ സ്നേഹിതന്മാരെ. അവരെങ്കിലും അപലപിച്ചത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് വേണം ആ കേസിന്റെ വക്കാലത്തെടുത്താൻ PS ശ്രീധരൻപിള്ളയെ പോലെ ഒരു വക്കീൽ പോയത് അധാർമികമാണെന്ന് പറയാൻ. അത് വേണ്ടേ?